ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് സമയത്തെത്തും. അപ്പോൾ സമയത്തിന് മുമ്പേ എത്തും പല സമയത്തും. പിന്നെ പെട്ടെന്ന് റെഡിയാവും. പിന്നെ നമുക്ക് സ്ക്രിപ്റ്റ് പക്ക ബൈ ഹാർട്ടായിരിക്കും. നമുക്ക് എത്ര സീനുകൾ ഇപ്പോൾ ചില സമയത്തൊക്കെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചൊരു സീൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന് റെഡിയാവാൻ ടൈം വേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ആ സീനല്ല വേറൊരു സീൻ എടുക്കാം എന്ന് പറയുന്ന ഒരു മൂഡിൽ വരുമല്ലോ. സിനിമാറ്റോഗ്രാഫർക്ക് പെട്ടെന്ന് തോന്നും ഈ ലൈറ്റിൽ അത് എടുക്കണ്ട, പകരം നമുക്ക് വേറൊരു സീൻ എടുക്കാം എന്ന് പറയുമ്പോൾ അപ്പൂന് എല്ലാ സീൻസും ബൈ ഹാർട്ടാണ്. അപ്പോൾ അപ്പൂൻ്റെ കേസിൽ നമുക്കത് ടെൻഷനില്ല. പെട്ടെന്നൊരു സീൻ കയറി വന്നു കഴിഞ്ഞാലും അവൻ ചെയ്തോളും. അപ്പോൾ അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. പിന്നെ ആരുമായിട്ടൊരു ഈഗോ ഇല്ല, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല, ഒരു തരത്തിലുള്ള ഡിമാൻഡ്സ് ഇല്ല. അതൊക്കെ എല്ലാവരും അപ്പൂനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ സിനിമയിൽ അഭിനയം ഫൈനൽ ഷോട്ട് കഴിഞ്ഞിട്ടും നിർത്താണ്ട് ചേട്ടൻ വെറുതെ ഒന്നും കൂടെ എടുപ്പിച്ചു. അത് നമ്മള് അത് ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം നമ്മൾ 2-2.5 കൊല്ലം എടുത്തിട്ട് ചെയ്ത സിനിമയാണ്. അങ്ങനെ ഇനിയൊരു ജേണി ഉണ്ടാവും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അത്രയും ലോങ് ആയിട്ടൊരു പ്രോസസ്സ്, അതിൻ്റെ ഇടയിലുള്ള അൺസർട്ടനിറ്റി ഉണ്ടല്ലോ. സിനിമ റിലീസാവുമോ, എപ്പോൾ റിലീസാവും ഒന്നും അറിയാണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഒരു യൂട്യൂബിലൊരു പാട്ട് ഇറങ്ങുമ്പോൾ പോലും ഒരു പടം റിലീസാകുന്ന പോലെയാണ് നമ്മളത് ഇറക്കി വിടുന്നത്. അത്രയും ഡിയറായിട്ട് നമ്മൾ ഓരോ സാധനവും ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിൽ ലാസ്റ്റ് ഡേ ഷൂട്ട് തീരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതൊരു അയ്യോ തീരുകയാണോ, ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ പറ്റൂലേ, ഇനി ഷോട്ട് എടുക്കാൻ പറ്റൂലേ, നമുക്ക് ഹൃദയം തീരുവാണോ എന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ തീർന്നു കഴിഞ്ഞിട്ടും വെറുതെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു 2-3. ഇതിന്റെ അവസാനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇത്രയും ആർട്ടിസ്റ്റുകളുമായിട്ട് ഇങ്ങനെ ഒരു ഫ്രം വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഇത് നിങ്ങളുടെ എല്ലാവരും ഒരു ഇമോഷണൽ റൈഡാണ് ഈ ഒരു സിനിമ എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇതിൽ പല ഡയലോഗുകളും നമുക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി കണക്ട് ചെയ്യുന്ന പല ഡയലോഗ്സ് ഉണ്ട്. അപ്പോ നിങ്ങൾക്ക് ഇത് ഒരു ഇമോഷണൽ റൈഡ് ആയിരുന്നു. സോ ഹൗ വാസ് ദ ലാസ്റ്റ് ഡേ ഹിയർ? ലാസ്റ്റ് ഡേ നമ്മൾ പൊള്ളാച്ചിയിലായിരുന്നു ഷൂട്ട് ചെയ്തത്. ഇത് ഞാൻ ഇവരോട് ആരോടും പറഞ്ഞിട്ടില്ല. ധ്യാന്റെ പിറന്നാളായിരുന്നു. അപ്പോൾ തീരാൻ പോവാന്ന് മനസ്സിലായപ്പോ ഞാനൊരു പാസിംഗ് ഷോട്ട് വെറുതെ എടുത്തിട്ടുണ്ട്. ആ ഷോട്ട് പടത്തിലില്ല. അല്ല, കാർ പാസിംഗ്. അതില് നമ്മൾ 3 പേരുണ്ട്. ധ്യാനും ഉണ്ട്, അപ്പു ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ ആ പാസിംഗ് ഷോട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ സീൻ മുഴുവൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഷോട്ടും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഷോട്ടും കൂടി എടുത്തിട്ടാണ് തീർത്തത്. എനിക്കതൊരു മൊമെന്റ് ആയിരുന്നു. ഇവര് 2 മണിയുടെ ബാറ്റ് ഒന്ന് മാറി 2 മണിക്ക് മുമ്പ് നമ്മൾ തീർത്തു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവരുടെ കൂടെ ഞാനും ഫ്രെയിമിലുണ്ട്, ഇവരും ഉണ്ട്. ഇനി അങ്ങനെ ഒരു മൊമെന്റ് വരണമെന്നില്ല, വരാം, അല്ലെങ്കിൽ എപ്പം നടക്കും എന്നറിയില്ല. അതുകൊണ്ട് ആ ഷോട്ടും കൂടെ എടുത്തിട്ടാണ് ഞങ്ങൾ 3 പേരും വണ്ടി കയറിപ്പോയി ആ ജേണി ഇങ്ങനെ പോകുന്നതിലാണ് ലാസ്റ്റ് ഷോട്ട് എടുത്തത്. അതില്ല, അത് ഞാൻ വെറുതെ എടുത്താ.